നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നിഫ്റ്റിയിൽ ഇന്നലെ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ക്ലോസിങ്ങിൽ നിന്നും ഏകദേശം ഒരു 30 പോയിന്റിൽ താഴെയാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 1000 പോയിന്റ് ഇടിഞ്ഞൊരവസ്ഥയിലാണ് ഉള്ളത്. HDFC മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കിലും PSU ബാങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. HDFC ഇന്നലെ ചെറുത്തുനിൽപ്പ് നടത്തി, റിലയൻസും ചെറുത്തുനിൽപ്പ് നടത്തി. അതുമാത്രമല്ല IT കമ്പനീസും ഇന്നലെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തതുകൊണ്ട് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഇൻഡെക്സ്, ആ ഇൻഡെക്സിൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ HDFC ബാങ്ക്, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇപ്പോൾ അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ്. റിലയൻസ് ഓൾ ടൈം ഹൈയിലാണ്. HDFC എല്ലാം തന്നെ അതിൻ്റെ ലോയിൽ നിന്ന് എത്രയോ പോയിന്റ് കയറി വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കുകളും കയറി വന്നു എന്നല്ല, നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾക്ക് ഈ ഇൻഡെക്സിന് എത്രയധികം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സിൽ എത്രയധികം വെയിറ്റേജ് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരുപാട് സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഇൻഡെക്സ് റാലി ചെയ്യുമ്പോൾ ഇപ്പോഴും ആ സ്റ്റോക്കുകളൊക്കെ ഫോളിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് വേറൊരു വശം. പക്ഷേ ഇൻഡെക്സ്, നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ഉണ്ടാകുക ഇപ്പോൾ ഉള്ളത്. ഇനി കഴിഞ്ഞ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് 3ഉം റെഡിൽ അടിച്ചു. എന്നാൽ US മാർക്കറ്റ് 2ഉം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഫ്ലേഷൻ US-ൽ 2% എത്തിക്കാൻ പറ്റുമെന്നുള്ള പ്രത്യാശ അദ്ദേഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ US മാർക്കറ്റ് നല്ല റാലി രേഖപ്പെടുത്തി. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി, നമ്മളുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇന്നലത്തെ 3:30 എന്ന് പറയുന്ന ഇന്ത്യൻ മാർക്കറ്റ് സമയത്തെ ക്ലോസിങ്ങിൽ നിന്നും ഏകദേശം ഇപ്പോൾ ഒരു ഉയർന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഏകദേശം ഒരു 50 മുതൽ 100 വരെയുള്ള, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഉള്ളത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ ഒരു ഇൻഡിവിജ്വൽ വ്യൂ അല്ലെങ്കിൽ ഒരു തോട്ട് ഞാൻ മാർക്കറ്റ് ന്യൂസിൽ ഇടാറില്ല. എല്ലാം ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എന്താണ് മാർക്കറ്റ് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈവൻ ഗിഫ്റ്റ് നിഫ്റ്റി പോലും ചാർട്ട് നമുക്ക് കാണാം. ഗിഫ്റ്റ് നിഫ്റ്റി കാണാം, യെസ്റ്റർഡേ ക്ലോസ് കാണാം, ഇപ്പോഴത്തെ ഓപ്പണിംഗ് കാണാം. യെസ്റ്റർഡേ ക്ലോസിൽ നിന്ന് 100 പോയിന്റ് ഉയർന്ന അവസ്ഥയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. അതായത് 24,346 ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇതേ അവസ്ഥ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. ഇനിയും സമയങ്ങളുണ്ട്. അതിനിടയിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വ്യതിചലനങ്ങൾ ഉണ്ടാവാം. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ മാർക്കറ്റ് ന്യൂസ് ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവിലാണ് ഉള്ളത്. കാരണം പല ആളുകളും പറയാറുണ്ട്, എൻ്റെ ഇൻഡിവിജ്വൽ വ്യൂ മാർക്കറ്റിൽ പറയൂ. ഒരിക്കലും ഇൻഡിവിജ്വൽ വ്യൂ പറയില്ല. ഇൻഡിവിജ്വൽ വ്യൂ പറയുന്നത് തെറ്റാവാം, ശരിയാവാം. അതിൻ്റെ പുറത്ത് ഈ ന്യൂസ് കാണുന്ന ആളുകൾ ട്രേഡ് എടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. അബ്സല്യൂട്ട്ലി ന്യൂസുകൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ ഉള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പരിശോധിക്കുമ്പോൾ HDFC ബാങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തയുള്ളത്, $4 ബില്യൺ MSME മോർഗൻ സ്റ്റാൻലി ഒരു ഇൻഡെക്സിൽ വെയിറ്റേജ് റിവേഴ്സ് ചെയ്തത് കാരണം ഏകദേശം ഒരു $4 ബില്യൺ ഒരു ഇൻഫ്ലോ HDFC ബാങ്കിലേക്ക് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവന്യൂ സൂപ്പർ മാർക്കറ്റ് ഇവരുടെ 18% ഇയർ നോക്കുമ്പോൾ ഇവരുടെ റവന്യൂവിൽ ഒരു വർധനവ് കാണുന്നുണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിൽ മൊത്തം സ്റ്റോറുകളുടെ എണ്ണം 371. കമ്പനി റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ക്വാർട്ടറൽ റിസൾട്ട്, ഇപ്പോൾ Q1 റിസൾട്ടിന് മുമ്പ് കമ്പനിയുടെ ആ ഒരു പ്രകടനം കമ്പനി പറയുന്നതാണ്. കൊട്ടക് മഹീന്ദ്ര ബാങ്കായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, സെബി ഹിൻഡൽബർഗിന് ഒരു ഷോക്കേഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹിൻഡൽബർഗിന് അയച്ച ഒരു കൂട്ടത്തിൽ ഇന്ത്യ ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്ന ഒരു ഫണ്ടിനും അയച്ചിട്ടുണ്ട്. ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത് കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ്. IX കമ്പനി അവരുടെ ഇലക്ട്രിസിറ്റി വോളിയം 24% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. M&M ഫിനാൻസ് ഇവരുടെ ടോട്ടൽ ലോൺ ഡിസ്ട്രിബ്യൂഷൻ ഇയർ നോക്കുമ്പോൾ 3% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. യെസ് ബാങ്ക് അവരുടെ ടോട്ടൽ ബാങ്കിൻ്റെ അഡ്വാൻസ് 15% ഉയരുകയും കൂടാതെ തന്നെ ഡെപ്പോസിറ്റ് 20% ഉയരുകയും ചെയ്തതായിട്ട് ബാങ്ക് റിപ്പോർട്ട് ചെയ്തു. KC ഇൻ്റർനാഷണൽ കമ്പനി 1000 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് കമ്പനിക്ക് ഓർഡർ ലഭിച്ചത്. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി ഇവരുടെ മൈൻഡ് മെറ്റൽ പ്രൊഡക്ഷൻ 2% ഉയർച്ച ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യ ക്വാർട്ടറിൽ കമ്പനി രേഖപ്പെടുത്തി.
RVNL കമ്പനി സെൻട്രൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് 132 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. MOEL കമ്പനിയുടെ സെയിൽസ് ക്വാർട്ടർ അടിസ്ഥാനത്തിൽ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 14% ഒരു വർധനവ് കണ്ടു. വേർ റിന്യൂവബിൾ കമ്പനി ഇവർക്ക് 900 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള എനർജി ബാഗ്സ് സപ്ലൈ ചെയ്യുന്നതിന് ഓർഡർ ലഭിച്ചു. സൊമാറ്റോ നോൺ ഫിനാൻഷ്യൽ ബാങ്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആപ്ലിക്കേഷൻ കമ്പനി തന്നെ വിഡ്രോ ചെയ്തു എന്നുള്ള ന്യൂസ്. തെയറോ കെയർ കമ്പനി ഫാർമ സെക്ടറിലുള്ള കമ്പനിയാണ്. ഇവർ പത്തോളജിക്കൽ സർവീസ് ബിസിനസ് ചെയ്യുന്ന പോളോ ലാബിൽ 5 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു. NLC ഇന്ത്യ 22% ഇവരുടെ പ്രൊഡക്ഷൻ ഫസ്റ്റ് ക്വാർട്ടറിലെ കമ്പനി നേടി. ആദിത്യ ബിർള ക്യാപിറ്റൽ നോൺ ഒബ്ജക്ഷൻ NOC ലഭിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ഫിനാൻസ് ആയിട്ടുള്ള അമാൽഗമേഷന് വേണ്ടിയിട്ടുള്ളൊരു NOC ലഭിച്ചു. V2 റീറ്റെയിൽ 57% ഇവരുടെ ഈ ഒരു ക്വാർട്ടറിൽ കമ്പനിയുടെ വളർച്ച കമ്പനി കൈവരിച്ചു. ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിലേക്ക് പോകുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റാണ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ റെഡിൽ അടിച്ചത് കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിലേക്ക് പോകാം ഇനി. ബിറ്റ്കോയിൻ 62,000, ഗോൾഡ് $2,330 പെർ ഔൺസ്, ബ്രന്റ് ഓയിൽ $86 പെർ ബാരൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റാണ് കാണുന്നത്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലവിൽ കാണുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തി. HDFC ബാങ്കും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ കമ്പനികളും പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഇനി നമ്മളുടെ മാർക്കറ്റിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് 2 ദിവസം അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ 2 ദിവസമാണ് US മാർക്കറ്റിൻ്റെ അവധിയുള്ളത്. അവിടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് അവധിയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് US മാർക്കറ്റിൽ നിന്നുള്ള ഈ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇനി വരുന്ന 2 ദിവസങ്ങളിൽ ഉണ്ടാകില്ല. അപ്പോൾ അത് ഗ്ലോബൽ മദർ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടോ അതല്ലെങ്കിൽ മദർ മാർക്കറ്റിൽ നിന്നുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥ അവിടുത്തെ ഡോയിൽ റിഫ്ലക്റ്റ് ചെയ്ത് അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിനാരിയോ 2 ദിവസങ്ങളിലേക്ക് ഉണ്ടാകില്ല. അപ്പോൾ നമ്മളുടെ ലോക്കൽ ക്യൂസുകളൊക്കെ ആയിരിക്കും ഇനി അറ്റ്ലീസ്റ്റ് 2 ദിവസം മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുക. ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കവർ ചെയ്തിരുന്നു. 2% ഇൻഫ്ലേഷൻ കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് US മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. ടെസ്ല 10% റാലി ഇന്ന് US മാർക്കറ്റിൽ അതുകൊണ്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മളുടെ IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ട്രേഡിംഗ് ഡിവിഷനിലെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ നിന്ന് കളക്ട് ചെയ്യാം. മാർക്കറ്റ് സമയത്ത് ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്ക് ആകെ ഒറ്റ ടെലഗ്രാം ചാനലാണ് ഉള്ളത്. ഇതുപോലെ എങ്ങനെയാണോ നമ്മൾ ന്യൂസ് ഉള്ളത് അതുപോലെ തന്നെ ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനൽ. അപ്പോൾ നമ്മുടെ പേരിന് സമാനമായിട്ടുള്ള സ്പാം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാതിരിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക, അല്ലാതെ സെർച്ച് ചെയ്ത് ജോയിൻ ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം ആശംസിക്കുന്നു. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് എടുത്താം. ചാനൽ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു.